ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയുടെ നാളത്തെ സൂപ്പർ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനുമുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും. അപ്പോൾ നാളത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നിധിയെ എങ്ങനെയെങ്കിലും തങ്ങളുടെ വരുതിയിൽ വരുത്തുവാൻ വേണ്ടി നിധിയുടെ അച്ഛനായ രാജീവും അതുപോലെ ചേട്ടനായ അരുണും തൻ്റെ അമ്മയും കൂടെ ഒരു വലിയൊരു നാടകം കളിക്കുകയാണോ. എങ്ങനെയെങ്കിലും ഒരു അല്പം സെൻറ്റിമെൻറ്റ്സ് കാണിച്ച് നിധിയുടെ മുൻപിൽ ഒന്ന് കരഞ്ഞ് നിധിയോടുള്ള സ്നേഹം അത്രത്തോളം വലുതാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി ഒരു നാടകം കളിക്കുന്ന ഒരു ഭാഗത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. അങ്ങനെ നിധി മുറിയിലേക്ക് കിടക്കാൻ പോകുന്ന സമയത്ത് ഈ സമയത്ത് ഹാളിലിരുന്ന് ഇവർ സംസാരിക്കുകയാണ്. നിധിയുടെ അച്ഛനും ചേട്ടനും അമ്മയും ഇന്ന് സംസാരിക്കുക. പെട്ടെന്ന് ഈ സമയത്ത് നിധി ഇറങ്ങി വരുന്ന കുപ്പിക്കകത്ത് അല്പം വെള്ളമൊക്കെ ആയിട്ട് വരികയാണ് റൂമിലേക്ക് പോകാൻ. ഈ സമയത്ത് പെട്ടെന്ന് രാജീവിനെ വിളിച്ച് കണ്ണുകൊണ്ട് കാണിക്കാം നിധി വരുന്നുണ്ട് എന്ന് അരുൺ കാണിക്കുക. അപ്പോൾ പെട്ടെന്ന് അല്പം സങ്കടകരമാകുന്ന രീതിയിലിരിക്കുന്ന രാജീവ് പെട്ടെന്ന് നിധിയെ വിളിക്കുക. മോളെ കിടക്കാൻ പോവാണോ എന്ന് ചോദിക്കുക. അപ്പോൾ കിടക്കാൻ പോവാച്ച എന്ന് പറയുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് മോളിങ് വന്നേക്കെന്ന് സംസാരിക്കട്ടെ എന്ന് പറയുകയാണ്. അപ്പം എന്താച്ച എന്ന് ചോദിച്ച് നിധി വളരെ സ്നേഹത്തോടു കൂടി രാജീവിൻ്റെ അവരുടെ അടുക്കിലേക്ക് ചെല്ലുക. അപ്പോൾ രാജീവൻ പെട്ടെന്ന് അല്പം നീങ്ങിയിരുന്ന് ആ മോളെ അല്ലെങ്കിൽ നിധിയെ അടുത്ത് പിടിച്ചിരുത്തുക കേട്ടോ. ഇരുത്തിയിട്ട് പറയാണ്, മോളെ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്, മോൾക്ക് അവിടെ സുഖമാണോ എന്ന് ചോദിക്കുക. അപ്പോൾ പെട്ടെന്ന് നിധി പറയാണ്, അതെന്താ അച്ഛാ ഇപ്പം അങ്ങനെ ചോദിച്ചത്? അല്ല മോളെ, അവിടെ മോൾ ഇത്രയും വലിയ ഒരു സൗകര്യത്തോടു കൂടി ജീവിച്ചിട്ട് അവിടെ പോയിട്ട് അവിടുത്തെ ജീവിതം എങ്ങനെയാണ് എന്ന് ചോദിച്ചതാണ് എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് നിധി പറയാണ്, അവിടെ ഒരു കുഴപ്പമില്ല അച്ഛാ, എന്തൊരു സ്നേഹമാണെന്നറിയാമോ സുഭാഷേട്ടനും അതുപോലെ ഹരീഷിനും നികേഷിനൊക്കെ. അവരെന്നെ അതുപോലെ സ്നേഹിക്കുന്നുണ്ട്, അവരെന്നെ അതുപോലെ മനസ്സിലാക്കുന്നുണ്ട്, എന്നോട് ഒരുപാട് സ്നേഹവും ബഹുമാനവും ഒക്കെ അവർക്കുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അവർ മനസ്സിലാക്കിയെടുത്തു എന്ന് നിധി പറയുമ്പോൾ പെട്ടെന്ന് നിധിയുടെ അച്ഛൻ ചോദിക്കുകയാണ് അല്പം ഒരു സെൻറ്റിമെൻറ്റ്സോടോ അല്ലെങ്കിൽ സങ്കടത്തോടു കൂടി പറയാം, അതെന്താ മോളെ, ഞങ്ങൾ നിന്നെ മനസ്സിലാക്കിയില്ലായിരുന്നോ, നിന്നെ സ്നേഹിക്കുന്നില്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നിധി പറയണം, അങ്ങനെയല്ല അച്ഛാ പറഞ്ഞത്, വേറൊന്നുമല്ല പറഞ്ഞത്. നമ്മൾ വേറൊരാൾ, ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ചെന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു ഫീലിങ്ങും അല്ലെങ്കിൽ എനിക്ക് കിട്ടിയൊരു പ്രത്യേക ഒരു അനുഭവമായിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്ന് പറയാണ്. അപ്പോൾ രാജീവും പറയാണ്, മോളെ എനിക്ക് വളരെ സങ്കടമുണ്ട്, ഞാൻ കാരണമാണ് നിനക്ക് മോക്ക് ഇതെല്ലാം സംഭവിച്ചത്. ഞാൻ ആ സൂര്യയുമായിട്ട് വിവാഹം നിന്റെ സമ്മതമില്ലാതെ ഞാൻ ആ വിവാഹം നടത്തുവാൻ ശ്രമിച്ചതാണല്ലോ മോക്ക് ഈ ഒരു അവസ്ഥ വന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ നിധി പറയാം, അത് സാരമല്ല അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമല്ലേ എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് നിധിയുടെ അമ്മയും പറയാണ്, മോളെ അച്ഛൻ എന്നും എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു, നമ്മൾ കാരണമല്ലേ അവൾക്ക് ഈ അവസ്ഥ വന്നത്, അവളുടെ ഇഷ്ടം നമ്മൾ നോക്കിയില്ല, നമ്മുടെ ഇഷ്ടം മാത്രമാണ്, നമ്മുടെ നേട്ടങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസ് മാത്രമാണ് നോക്കിയത്, അതുകൊണ്ടാണ് എൻ്റെ മോക്ക് ഈ അവസ്ഥ വന്നത് എന്ന് പറഞ്ഞ് എന്നും പൊട്ടിക്കരയുമായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് നിധിയുടെ അമ്മ രാജീവിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ നിധിക്കൊരു അല്പം സങ്കടം വരുന്നുണ്ടോ. ഈ സമയത്ത് പെട്ടെന്ന് രാജീവിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ രാജീവിൻ്റെ കണ്ണിൽ നിന്ന് അല്പം കണ്ണുനീരൊക്കെ വരിക. അപ്പോൾ പെട്ടെന്ന് രാജീവൻ പറയാം, അതാണ് മോളെ, ഞാനങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർക്കുമ്പം എൻ്റെ അമ്മയോട് പറയാറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പം നിങ്ങളുടെ കല്യാണം നടന്നത് ഒരു പോലീസ് സ്റ്റേഷനിൽ വെച്ചായിരുന്നു. ഞാനത് സമ്മതിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ നീയും സുധീഷുമായിട്ടുള്ള വിവാഹം ഞങ്ങൾ സമ്മതിച്ചിരുന്നെങ്കിൽ എന്തൊരു ആഡംബരത്തോടു കൂടി നടക്കേണ്ട കല്യാണമായിരുന്നു, അതെല്ലാം ഞാൻ കാരണമല്ലേ മോളെ നശിപ്പിച്ചത് എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് നിധി സാരമില്ല ചാ, അതിനെക്കുറിച്ച് ഒന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് അരുണും ഇങ്ങനെ വലിയ സങ്കടം അഭിനയിക്കുക കേട്ടോ. നിധി വിവാഹം കഴിച്ചു പോയത് തങ്ങളുടെ കുറ്റം കൊണ്ടാണ്, ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് തങ്ങളുടെ കുറ്റം കൊണ്ടാണ് എന്ന് പശ്ചാത്താപിക്കുന്നുണ്ട് എന്നൊരു ഫീലിങ്സ് ഒക്കെ അവിടെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അങ്ങനെ വലിയൊരു നാടകം കളിക്കുക. അപ്പോൾ പെട്ടെന്ന് നിധി ഇങ്ങനെ മനസ്സിൽ ഓർക്കുക, നിധിയുടെ കൂട്ടുകാരി പറഞ്ഞൊരു കാര്യം ഓർക്കുക, നിധി നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന സുധീഷുമായിട്ടുള്ള കല്യാണം നടന്നത് എങ്ങനെയാണ് എന്ന് നിൻ്റെ അച്ഛനോടും അമ്മയോടൊക്കെ പറഞ്ഞാൽ ഒരു പക്ഷേങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ദേഷ്യമൊക്കെ മാറി നിന്നെ അത്രത്തോളം സ്നേഹിക്കും. അതുകൊണ്ട് നിൻ്റെ വീട്ടുകാരോട് പറയാൻ മുൻപൊരിക്കൽ പറഞ്ഞത് നിധി ഇങ്ങനെ ഓർത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓർത്തെടുത്ത് ഇരിക്കുമ്പോൾ നിധിക്ക് ഇങ്ങനെ ഈ കാര്യം പറഞ്ഞാലോ, സുധീഷുമായിട്ട് ഞങ്ങൾ ഒരു യഥാർത്ഥ കല്യാണമല്ല നടന്നത്, ഈ സൂര്യനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു മാർഗമാണ് ചെയ്തത് എന്ന് ചിന്തിച്ചാലോ എന്നൊക്കെ പറഞ്ഞാലോ എന്നൊക്കെ ചിന്തിക്കുക കേട്ടോ. ഈ സമയത്ത് പെട്ടെന്ന്
പിന്നെ ഓർക്കുവാണ് നിധി വേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേങ്കിൽ അച്ഛനും ചേട്ടനുമൊക്കെ കൂടി ഒന്നും കൂടെ സൂര്യയുമായിട്ടുള്ള വിവാഹം നടത്തിയാലോ എന്നോർത്ത് അവർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായാൽ ശരിയാകില്ല. അതുകൊണ്ട് ഇങ്ങനെ തന്നെ അങ്ങ് തുടരട്ടെ എന്ന് നിധി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിധിയുടെ അമ്മ മോളെ നിധി എന്ന് വിളിക്കുകയുള്ളൂ. അപ്പോൾ 1-2 പ്രാവശ്യം വിളിക്കുമ്പോൾ നിധി ഇങ്ങനെ തൻ്റെ കൂട്ടുകാരി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ ഈ സത്യം തുറന്നു പറഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നതുകൊണ്ട് നിധിയുടെ അമ്മ വിളിച്ചത് കേൾക്കുന്നില്ല. ഇങ്ങനെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അടുത്തിരുന്ന് രാജ്യം വിളിക്കുക, മോളെ നിധി എന്ന് വിളിക്കുക. അപ്പോൾ പെട്ടെന്ന് തട്ടി വിളിക്കുമ്പോൾ നിധി പെട്ടെന്ന് ചാടി അല്ലെങ്കിൽ പെട്ടെന്ന് ഞെട്ടു കേട്ടോ. ഞെട്ടിക്കഴിയുമ്പോഴത്തേക്ക് എന്താ അച്ഛാ എന്ന് ചോദിക്കുകയാണ്. എന്താ മോളെ നീ ചിന്തിച്ചിരിക്കുന്നത്? അമ്മ എത്ര നേരമായി വിളിക്കാൻ തുടങ്ങിയിട്ട് എന്ന് ചോദിക്കുകയാണ്. അയ്യോ അച്ഛാ ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരുന്നതാണ് എന്ന് പറയാണ്. അപ്പോൾ ഈ സമയത്ത് പെട്ടെന്ന് അരുൺ പറയാണ്, അച്ഛാ അതൊക്കെ വിട്, അവളെ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്ന വാക്കുകൾ പറയുന്നത്? അതുകൊണ്ടല്ലേ അവളിങ്ങനെ ചിന്തിക്കുന്നത്. അവളെ സങ്കടപ്പെടുത്തേണ്ട കാര്യമില്ല, ഇനി അവളെങ്ങും പോകുന്നില്ല, നമ്മുടെ കൂടെ ഉണ്ടല്ലോ അച്ഛാ എന്ന് പറഞ്ഞ് പറയുമോ. അങ്ങനെ പറഞ്ഞ് ഒരു വിധത്തിൽ ഒപ്പിച്ച് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് നിധി ചോദിക്കുകയാണ്, അതെന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞത്? എനിക്ക് എന്തായാലും തിരുവനന്തപുരത്തിന് മടങ്ങിപ്പോകാതിരിക്കാൻ പറ്റില്ല. 3-4 ദിവസത്തേക്കാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എന്തായാലും എനിക്ക് മടങ്ങിപ്പോകണം, ഞാനവിടെ ഒത്തിരി ജോലിക്ക് ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകണം എന്ന് പറയാണ്. അപ്പോൾ പെട്ടെന്ന് ഈ അരുൺ പറയാണ്, അതെന്തിനാ നിധി നീ ഇനി അങ്ങോട്ട് പോകുന്നത്? നിനക്ക് ജോലിയാണെങ്കിൽ ഇവിടെ നമ്മുടെ ഇഷ്ടംപോലെ കമ്പനികളുണ്ടല്ലോ, അതുമല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരുടെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരുപാട് കമ്പനികളുണ്ട്, നീ ചുമ്മാ ഒന്ന് ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്താൽ മതി, നിനക്ക് ജോലി നല്ല സാലറിയോട് കൂടി ജോലി കിട്ടും എന്ന് പറയാണ്. അപ്പോൾ നിധി പറയാണ്, അങ്ങനെയല്ല ഏട്ടാ, ഞാൻ 1-2 സ്ഥലങ്ങളിൽ ഒരു ജോലി എനിക്ക് 2 ഇൻ്റർവ്യൂ കഴിഞ്ഞു, 3ാമത്തെ ഇൻ്റർവ്യൂവിൽ ഞാൻ പാസ്സായി, ജോലി ഏകദേശം ഉറപ്പായി. അപ്പം HR റൗണ്ടിൽ എത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്താണെന്നറിയോ, ആരെയാണ് കണ്ടത് എന്ന് അറിയാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ആകാംക്ഷയോട് കൂടി ആരെയാണ് മോളെ കണ്ടതെന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് പെട്ടെന്ന് നിധി പറയാണ്, ഞാൻ അവിടെ വെച്ച് സൂര്യയെ കണ്ടത് എന്ന് പറയാണ്. സൂര്യയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഞെട്ടുകയാണ്. അപ്പം പെട്ടെന്ന് അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് നിധി ഇങ്ങനെ വിവരിക്കുന്ന സമയം വിവരിച്ച ശേഷം പെട്ടെന്ന് നിധിയുടെ അച്ഛൻ പറയാണ്, അരുണേ നീ ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ മോളെ ശല്യം ചെയ്യാനോ നമ്മുടെ മോളുടെ ഇനി പുറകെ നടക്കുവാനോ സൂര്യ ശ്രമിച്ചാൽ ആ കാര്യം നീ ഏറ്റോണം എന്ന് പറയാണ്. അപ്പോൾ പറയും, ഞാൻ ആ കേസ് അച്ഛാ, ഇനി നിധിയുടെ പുറകെ അല്ലെങ്കിൽ നിധിയെ ശല്യം ചെയ്യാനോ അവനുണ്ട് വരികയില്ല എന്ന് ഒരു ഉറപ്പ് കൊടുക്കുക കേട്ടോ. എല്ലാം ഒരു നാടകത്തിൻ്റെ ഭാഗം കേട്ടോ. അങ്ങനെ പറയുന്നു. അതിനുശേഷം നിധി പറയാണ്, ഇല്ല അച്ഛാ, ഞങ്ങൾ മടങ്ങിപ്പോകണം, അവിടെ ചെന്ന് ജോലി അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിനുശേഷം ഈ സമയത്ത് വളരെ സങ്കടം അഭിനയിച്ചിരിക്കുന്ന നിധിയുടെ അച്ഛനെയും അമ്മേനെയും അതുപോലെ ചേട്ടനെയൊക്കെ കാണുന്നുണ്ട്. അതിനുശേഷം കാണുന്ന നമ്മുടെ സുധീഷ് ഇങ്ങനെ റൂമിൽ പോയി നിധിയുടെ മുറിയിൽ പോയി ഇങ്ങനെ നിധി വരുന്ന കാത്തിങ്ങനെ ഇരിക്കുക. ഈ സമയത്ത് ഇതിനിടയിൽ ഒരു രസകരമാകുന്ന സംഭവം നടക്കുന്നുണ്ട്. നമ്മുടെ ഹരീഷിൻ്റെ പ്രണയം മൂർധന്യാവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പം രാത്രിയിൽ ഇങ്ങനെ ഹരീഷും സുഭാഷും നികേഷും കിടക്കുമ്പോൾ ഹരീഷിനൊരു ഫോൺ കോൾ വരിക. അപ്പം പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് അത് നീതുവാണ്. അപ്പം അധികം ആരും കാണാതെ എല്ലാവരും കിടന്നുറങ്ങുക. അധികം കോൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ അറ്റൻഡ് ചെയ്തതിന് ശേഷം പതിയെ ആരും കാണാതെ നികേഷും സുഭാഷ് ചേട്ടനും കാണാതെ പതിയെ വെളിയിലേക്ക് പോവുകയും വെളിയിൽ പോയിരുന്ന് ആ പുൽമേട് അല്ലെങ്കിൽ ആ മരങ്ങളുടെ അല്ലെങ്കിൽ ചെടികളുടെയൊക്കെ ഇടയ്ക്കിരുന്ന് അവർ നീതുവുമായിട്ട് സംസാരിക്കുന്ന ഒരു രസകരമാകുന്ന നിമിഷമുണ്ട്. അങ്ങനെ അവരുടെ പ്രണയം ഇതിനിടയിൽ പൂത്തൊലിയുന്നൊരു ഭാഗമുണ്ട്. അങ്ങനെ അവർ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നികേഷ് എണീക്കുമ്പോൾ ഹരീഷിനെ കാണുന്നില്ല. അപ്പോൾ പെട്ടെന്ന് അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് ഹരീഷില്ല. പെട്ടെന്ന് പതിയെ വെളിയിലേക്ക് ചെല്ലുമ്പോൾ ഹരീഷ് അവിടെ നിന്ന് ആ ചെടിയുടെ മറവിലിരുന്ന് ഫോൺ വിളിക്കുകയും അങ്ങനെ ചെന്ന് നികേഷ് കൈയോടുകൂടി പിടിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ പെട്ടെന്ന് ഹരീഷിനോട് ചോദിക്കുക, ആരാട്ടാ ഈ രാത്രി വിളിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് പറയാം, കൂട്ടുകാരാണെന്ന് പറയാണ്. ഏത് കൂട്ടുകാരെന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ഫോൺ തട്ടിപ്പറിക്കുകയും അങ്ങനെ നികേഷിന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും. സമയത്ത് പെട്ടെന്ന് സുഭാഷേനെ വിളിച്ചു വരുത്താൻ ശ്രമിക്കുമ്പോൾ ഹരീഷ് നികേഷിൻ്റെ വാ പൊത്തിപ്പിടിക്കുകയും അങ്ങനെ രസകരമാകുന്ന ചില നിമിഷങ്ങളൊക്കെയുണ്ട്. ഒടുവിൽ നികേഷ് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഹരീഷിൻ്റെ വഴിക്ക് വിടുന്ന ഭാഗം നാളത്തെ എപ്പിസോഡിലുണ്ട്. അതിനുശേഷം കാണുന്നതാണ് സുധീഷ് ഇങ്ങനെ നിധിക്ക് വേണ്ടി കാത്തിരിക്കുന്ന സമയത്തൊന്നും വരുന്നില്ല, നിധി വരുന്നില്ല. എന്നാൽ എന്തൊരു അവസ്ഥയാണ്. ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും, നിധി വരുന്നോളം വരെ ഞാൻ കാത്തിരിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തായാലും നിധി വരുന്ന സമയത്ത് നമുക്ക് കിടന്നുറങ്ങുന്ന പോലെ അഭിനയിക്കാമെന്ന് പറഞ്ഞ്
പെട്ടെന്ന് തലകുത്തി അല്ലെങ്കിൽ കമന്ന് കിടക്കുകയാണ്. കിടന്ന് ഒരു രസകരമാകുന്ന നിമിഷമാണ്. ഈ സമയത്ത് നിധി വരുമ്പോൾ തന്നെ സുധീഷ് കമന്ന് ഒരു പ്രത്യേക ആകൃതിയിലൊക്കെ കിടക്കുന്ന ഒരു ഭാഗമാണ്. പെട്ടെന്ന് ഇത് കണ്ടിട്ട് നിധി ഇന്ന് ചിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പം സുധീഷ് ഇത് ഉറക്കം നടിച്ച് കിടക്കുന്നതുകൊണ്ട് തന്നെ സുധീഷിന് മനസ്സിലായി നിധി വന്നു, താൻ ഉറങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അഭിനയിച്ച് കിടക്കുകയും അങ്ങനെ നിധി എന്നാൽ ഉറങ്ങുവാണെങ്കിൽ ശല്യം ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞ് തന്നെ പറഞ്ഞുകൊണ്ട് കുപ്പിവെള്ളം കൊണ്ട് അപ്പുറം മാറ്റി വെക്കുന്നു. അതിനുശേഷം പതിയെ ശബ്ദം പോലും ഉണ്ടാക്കാതെ കഥ കടച്ചിട്ട് കയറി കിടക്കുന്നു. ഈ സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ സുധീഷിൻ്റെ ഈ കിടപ്പും അതുപോലെ ആ ഉറക്കമൊക്കെ കണ്ടപ്പോൾ നിധിക്ക് ചിരി വരികയും അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുധീഷ് ഇങ്ങനെ ചിന്തിക്കും, എൻ്റെ ഉറക്കം കണ്ടിട്ട് അവൾക്ക് ചിരി വരുന്നുണ്ട്, എന്നോട് സ്നേഹമൊക്കെ മനസ്സിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കുക. ഈ സമയത്ത് പെട്ടെന്ന് നിധിയും കിടക്കുകയാണ്. സുധീഷിന് നേരെ ഓപ്പോസിറ്റ് തിരിഞ്ഞ് കിടക്കുകയാട്ടോ. തിരിഞ്ഞ് കിടക്കുന്ന സമയത്ത് സുധീഷ് പെട്ടെന്ന് പതിയെ ഒന്ന് തിരിഞ്ഞ് വരുന്ന സമയത്ത് നിധി ചോദിക്കുകയാണ്, ഉറങ്ങിയില്ലായിരുന്നു എന്ന് ചോദിക്കുക. അയ്യോ ഉറങ്ങിയായിരുന്നു നിധി, ഞാൻ ഇങ്ങനെ നിധിയെ കാത്തിരുന്ന് മടുത്ത് അത് കഴിഞ്ഞാൽ ഉറങ്ങി വന്നപ്പോഴാണ് നിധി ഇങ്ങനെ കിടക്കുന്നത് കണ്ടത്. ഉറക്കപ്പോൾ എഴുന്നേറ്റ് തിരിഞ്ഞ് കിടന്നപ്പോൾ കണ്ടതാണ് എന്നൊക്കെ പറയാണ്. എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് നിധി പിന്നെ കുറച്ചു നേരം പിന്നെ സുധീഷും നിധിയും തമ്മിൽ വലിയൊരു സംസാരമാണ് റൂമിൽ നടക്കുന്നുണ്ടോ. നിധിക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരുന്ന സുധീഷ് എന്തായാലും അഭിനയമൊക്കെ മാറി നിധിയുമായിട്ട് കുറച്ചധികം സമയം സംസാരിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു രസകരമാകുന്ന നിമിഷമൊക്കെ നാളത്തെ എപ്പിസോഡിലുണ്ട്. അതിനുശേഷമാണ് രാവിലെ ആ ഒരു വലിയൊരു സുധീഷിനെ കൊടുക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ചതിക്കുവാൻ വേണ്ടി ഒരു വലിയൊരു കുഴിയിലേക്ക് വീഴുന്ന ഒരു ഭാഗം നാളത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്തായിരിക്കും കാണുന്നത്. വീണ്ടും അടുത്ത ദിവസത്തെ എപ്പിസോഡുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.